ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 69. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. നമ്മൾ കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ്. 20-ാമത്തെ അധ്യായം 9-ാമത്തെ അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്കുകളുടെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ 23 തൊട്ടാണ് കാണുന്നത്. എന്തായാലും 20 തൊട്ടുള്ള വചനം ഒന്ന് വായിക്കാം. മണ്ണിന്റെ മനുഷ്യനായ നോഹയാണ് ഭൂമുഖത്ത് ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത്. അവൻ അതിൽ വീഞ്ഞു കുടിച്ച് മത്തനായി. നോഹ തന്റെ കൂടാരത്തിൽ കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിന്റെ നഗ്നത കണ്ടു. വെളിയിലുണ്ടായിരുന്ന തന്റെ 2 സഹോദരന്മാരുടെ അക്കാര്യം പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങൾ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് തങ്ങൾ പിതാവിന്റെ നഗ്നത കണ്ടില്ല. വീഞ്ഞിന്റെ ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തതെല്ലാം അറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെട്ടവനാകട്ടെ, തന്റെ സഹോദരന്മാർക്ക് ദാസവേല ചെയ്യുന്നവരിൽ ഏറ്റവും അധമനായിരിക്കട്ടെ അവൻ. ഹാം അപ്പന്റെ നഗ്നതയാണോ അമ്മയുടെ നഗ്നതയാണോ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെ നഗ്നത കണ്ടു കഴിഞ്ഞിട്ട് ഹാം പുറത്ത് ചെന്ന് ഷേമിനോടും യാഫത്തിനോടും പറഞ്ഞു. അവർ രണ്ടുപേരും ആ സഹോദരന്മാർ എന്ത് ചെയ്തു? അവര് ഒരു തുണി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുറകോട്ട് പോയി അപ്പന്റെ നഗ്നത കാണാത്ത തരത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ നഗ്നത കാണാത്ത തരത്തിൽ മറച്ചു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം റോഡിലെ മറ്റൊരു സ്ത്രീ ആക്സിഡന്റ് ആയി കിടന്നപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് ഊരി നഗ്നത മറച്ച ഒരു സംഗതി ഉണ്ടല്ലോ. അത് പത്രത്തിലൊക്കെ വരികയും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ ഈ അപ്പന്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ നഗ്നത മറക്കിയാണ് 2 സഹോദരന്മാര് ഷേമും യാഫത്തും. ഈ മത്തൊക്കെ വിട്ട് അപ്പൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ കഥയെല്ലാം കേട്ടു. അപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? കാനാൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ കാനാന്റെ പിതാവായ ഹാം എന്നാണ് പറഞ്ഞത്. ഇവിടെ കാനാനെയാണ് ശപിക്കുന്നത്. ഹാം ചെയ്ത പാപത്തിന് എന്തിനാ കാനാനെ ശപിച്ചത് എന്നതിന് ഉത്തരമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അത് നമുക്കതിന്റെ കുറച്ചുകൂടി നമുക്കതിന്റെ ആഴത്തിലേക്ക് പോകാം. അപ്പന്റെ നഗ്നത മറയ്ക്കുന്ന 2 മക്കള് ഷേമും യാഫത്തും. ലേവ്യത്താളുകളിൽ കാണുന്ന വിലക്ക് എങ്ങനെയാണ്? നീ സ്ത്രീയുടെ നഗ്നത അനാവരണം ചെയ്യരുത്. ലേവ്യര് 18:7. ഏതെങ്കിലും സ്ത്രീയുടെ നഗ്നത എന്നല്ല ഇവിടെ സൂചന. അപ്പന്റെ സ്ത്രീയുടെ, അതായത് അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത് എന്നാണ്. അതിനാൽ അപ്പന്റെ നഗ്നത അനാവരണം ചെയ്തു എന്നതിന് അപ്പന്റെ ഭാര്യയുമായി, അത് അമ്മയാകാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അർത്ഥമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഹാം അത്തരമൊരു തെറ്റ് ചെയ്തു. എന്നാൽ മാനഭംഗം ചെയ്യപ്പെട്ട അമ്മയുടെ നഗ്നത വകതിരിവോടെ മറച്ചു പിടിക്കുകയാണ് ഷേമും യാഫത്തും. മാനഭംഗം ചെയ്യപ്പെട്ട അമ്മയും മാനം രക്ഷിക്കാൻ മുൻകൈ എടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന ധ്വനി അവിടെയുണ്ട്. മാനഭംഗം ചെയ്യപ്പെട്ട അമ്മയും മാനം രക്ഷിക്കാൻ മുൻകൈ എടുത്തു എന്നൊരു സൂചന അതിനകത്തുണ്ട്. മാനഭംഗം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം വർദ്ധമാനമാകുന്ന നമ്മുടെ സംസ്കാരത്തില് ഇരകളുടെ മാനം സംരക്ഷിക്കാനുള്ള മാർഗം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പലരും എന്തുകൊണ്ടാണ് മാനഭംഗം ചെയ്യപ്പെട്ടാലും പുറത്ത് കേസുമായിട്ട് വരാത്തത്? അവർ പിന്നെയും അവരുടെ മാനം നഷ്ടപ്പെടുത്തേണ്ടി വരികയാണ്. മറിച്ചൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോ ഈ മാനഭംഗം ചെയ്യപ്പെടാത്തവരും മാനഭംഗം ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഹണി ട്രാപ്പായിട്ടും അല്ലാതെയും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അതും തെറ്റ് തന്നെ. അപ്പൊ ഇത് നമ്മുടെ സമുദായത്തിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ നോഹയുടെ കഥയിലൂടെ അല്ലെങ്കിൽ നോഹയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ ഇളയ മകൻ ഈ ഹാമിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇളയ മകൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. നോഹിന്റെ ആദിജാതനായ ഷേമിന് അവകാശപ്പെട്ട ചില സവിശേഷ ആനുകൂല്യങ്ങൾ, അതായത് കടിഞ്ഞൽപൊത്തന്റെ അവകാശം, ആദിജാതന്റെ അവകാശം, അത് സ്വന്തമാക്കാനുള്ള തന്ത്രമായിരുന്നു ഹാം അമ്മയുമായി നടത്തിയ ഈ അഗമ്യ ഗമനം, ഇൻസെസ്റ്റ്. അപ്പന്റെ ഭാര്യയുമായി ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അതിനാണ് ഈ അഗമ്യ ഗമനം എന്ന് പറയുന്നത്. ഗമിക്കാൻ പാടില്ലാത്തടത്തുള്ള ഗമനം, അത് പാടില്ലാത്തതാണ് അഗമ്യ ഗമനം. അതാണ് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ഭാര്യയുമായോ വെപ്പാട്ടികളുമായോ നിയമവിരുദ്ധമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അയാളുടെ അവകാശങ്ങളും അധികാരങ്ങളും കവർന്നെടുക്കാനുള്ള കുൽസിത ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായം 22-ാം വാക്യത്തിൽ റൂബൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അബ്ശലോം ചെയ്യുന്നതായിട്ട്
2 ശമൂവേൽ 16, 20, 21 കാണാം. മറ്റൊരാളുടെ ഭാര്യയുമായിട്ടോ വെപ്പാട്ടികളുമായിട്ടോ നിയമവിരുദ്ധമായ ബന്ധത്തിൽ ഏർപ്പെട്ട് അയാളുടെ അവകാശങ്ങളും അധികാരം കവർന്നെടുക്കാനുള്ള ഒരു കുൽസിത ബുദ്ധി. ഇതാണ് ഇളയ മകൻ എന്ന് ആമനെ വിളിക്കാൻ കാരണം. ഷേമാണ് ആദിജാതൻ, കടിഞ്ഞൽ പുത്രൻ. അവന് ചില അവകാശങ്ങളുണ്ട്, വിശേഷപ്പെട്ട അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ കവർന്നെടുക്കാൻ വേണ്ടി ഹാം കണ്ടെത്തിയ ഒരു കുൽസിത ബുദ്ധിയാണ് അപ്പന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇതാണ് അപ്പന്റെ നഗ്നത കണ്ടെന്ന് പറഞ്ഞാൽ അപ്പന്റെ ഭാര്യയുടെ നഗ്നത കണ്ടു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇളയ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂത്ത പുത്രന്റെ ആദിജാതന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഇളയ മകൻ നടത്തിയ ഒരു കുൽസിത പ്രവൃത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നത്തെ വാചകം എന്താ കാണുന്നത്? ഷേമിന്റെ ദൈവമായ യാഹ്വേ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഷേമിന്റെ ദൈവമായ യാഹ്വേ, അതൊരു ഭയങ്കര വാക്കാണ്. ഭയങ്കര എന്ന് വെച്ചാൽ അതിശ്രേഷ്ഠമായ ഒരു വാക്കാണത്. ആക്ഷരികമായിട്ട് ഭാഷപ്പെടുത്തിയാല് എന്റെ ദൈവമായ യാഹ്വേയാൽ ഷേം അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ്. എന്റെ ദൈവമായ യാഹ്വേയാൽ ഷേം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സ്തോത്രം, ഈ സ്തുതിപ്പ് വളരെ അതുല്യമാണ്. ബൈബിളില് ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയുടെ രക്ഷാധികാരിയും സംരക്ഷകനുമായി ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ രക്ഷാധികാരിയും സംരക്ഷകനുമായി ദൈവത്തെ അവതരിപ്പിക്കുന്ന ബൈബിളിൽ ആദ്യത്തെ രംഗമാണിത്. ഷേമിന്റെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷേമിന്റെ ദൈവമായി യാഹ്വേ. പിന്നീട് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് മോശയ്ക്ക്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അത് ആളുകളുടെ ദൈവം. അങ്ങനെ ഒരു വ്യക്തിയുടെ ദൈവമായിട്ട് ആദ്യം പറയുന്നത് ഷേമിന്റെ ദൈവം. ഷേമിന്റെ ദൈവം. ഈ ഷേം എന്ന ആദിജാതന്റെ കടിഞ്ഞൽ പുത്രന്റെ അവകാശങ്ങളാണ് ഇളയ മകൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. ഏസാവിൽ നിന്ന് യാക്കോബ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഓർക്കുന്നുണ്ടോ? അതിന്റെ ഒരു പൂർവ്വ രൂപമാണിത്. ദൈവം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? തന്നെ ഷേമിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ആളുകളുടെ ദൈവമാണ് ദൈവം, സ്ഥലത്തിന്റെ ദൈവമല്ല. അല്ലേ? നമ്മൾ വേളാങ്കണ്ണി മാതാവ്, മജ്ജുഗോരിയലെ മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ് എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും ഇല്ലേ, സിയോനിലെ ദൈവം എന്നൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം അല്ലേ, മലമുകളിൽ ദൈവം എന്നൊക്കെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അതല്ല ബൈബിളിലെ പ്രധാനപ്പെട്ട വെളിപാട്. ബൈബിളിലെ പ്രധാനപ്പെട്ട വെളിപാട് എന്ന് പറയുന്നത് ആളുകളുടെ ദൈവമായിട്ടാണ്. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. അങ്ങനെ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞിരിക്കുകയാണ് ഷേമിന്റെ ദൈവം. ഷേമിന്റെ ദൈവം. സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടല്ല ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയും, അത് ബൈബിളിലുണ്ട് ചിലപ്പോഴൊക്കെ. ബഥേലിലെ ദൈവം അങ്ങനെയൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. സിയോനിലെ ദൈവം അങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും അതല്ല ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വെളിപാട്. വ്യക്തികളുടെ ദൈവമായിട്ട് ദൈവം അവതരിപ്പിക്കുകയാണ്. യാഹ്വേ എന്ന ആ വാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഞാനായിരിക്കുന്നത്, ഞാൻ ദൈവമായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. എന്താ ആ വാക്കിന്റെ ധ്വനി സാന്ദ്രത? ഞാൻ ദൈവമായിരിക്കുന്നത്, ഞാൻ യാഹ്വേ ആയിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഇതാണ് ഞാനാണ് എന്നതിന്റെ അർത്ഥം. ഞാൻ യാഹ്വയാണെന്നതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, കാനാൻ ഈ ഷേമിന്റെ അടിമയായിരിക്കട്ടെ. കാനാൻ ഷേമിന്റെ അടിമയായിരിക്കട്ടെ. ഷേമിൽ നിന്ന് അബ്രഹാമിലൂടെ ഉത്ഭവിച്ച ഇസ്രായേലര്, ഷേമിൽ നിന്ന് അബ്രഹാമിൽ ഉത്ഭവിച്ചവരാണ് ഇസ്രായേലര്. ഉൽപ്പത്തി പുസ്തകം 11, 20, 26. അവര് കാനാൻ ദേശം കീഴടക്കുകയും കാനാന്യ ദേശത്ത് അവശേഷിച്ചവരെ തങ്ങളുടെ അടിമകളാക്കുകയും ചെയ്തപ്പോൾ ഈ ശാപം ഫലിക്കുകയാണ് ചെയ്തത്. യശുവാട് പുസ്തകം 16, 10, 17, 13, ന്യായാധിപന്മാർ 1, 28, 1, 23, 1 രാജാക്കന്മാർ 9, 20, 21. ഈ ഷേമിൽ നിന്ന് അബ്രഹാമിലൂടെ ഉത്ഭവിച്ച ഇസ്രായേലര് കാനാൻ ദേശത്ത് പ്രവേശിച്ച് കാനാന്യ ദേശത്ത് അവശേഷിച്ചവരെ തങ്ങളുടെ അടിമയാക്കി. അപ്പോൾ കാനാൻ ഷേമിന്റെ അടിമയായിരിക്കട്ടെ എന്ന ശാപം ഫലിച്ചു. നോഹയുടെ ശാപം ഫലിച്ചു. ഹാമിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് കറുത്തവർഗക്കാരെന്നും അവരുടെ വിധി മറ്റുള്ളവരുടെ അടിമയായിരിക്കാനാണെന്നും വെള്ളക്കാർ വ്യാഖ്യാനിച്ചു. അങ്ങനെ കറുത്തവർഗക്കാരെ അടിമകളാക്കി വിൽക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. ഇന്നും കറുത്ത വർണ്ണത്തോട് ശത്രുത പുലർത്തുന്ന മനോഭാവം വെളുത്തവരിലുണ്ട്, കറുത്തവരിൽ പോലുമുണ്ട്. കറുപ്പിന്റെ അഴക് തിരിച്ചറിയാൻ നാം ഇനിയും കാത്തിരിക്കണം.
നമ്മിൽ തന്നെ വിപ്ലവം തുടങ്ങേണ്ടിയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ ആര്യന്മാരെ, തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡന്മാരെ, കറുത്തവര്, രണ്ടാം തരക്കാര് എന്നൊക്കെ പറഞ്ഞ് രണ്ടാം തരം പൗരന്മാരായി കാണുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അടിമകളാകാൻ എന്തുകൊണ്ടാണ് നമ്മൾ അനുവദിക്കുന്നത്? മറ്റുള്ളവർ നമ്മൾ അടിമകളാക്കുമ്പോൾ നമ്മൾ അടിമകളാകാൻ നിന്നു കൊടുക്കുന്നത് എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരം കൂടി നമ്മൾ കണ്ടെത്തണം. തിരുവചനങ്ങൾക്ക് ഇന്ന് അർത്ഥം വരുന്നത് അപ്പോഴാണ്. വിപ്ലവം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. നോഹയുടെ കാര്യത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. യാഫത്തിന് ദൈവം വിപുലമാക്കട്ടെ. ഹെബ്രായ ഭാഷയിലെ യാപ്റ്റ് എന്ന ധാതുവിൽ നിന്നാണ് യാഫത്ത് ഉണ്ടാകുന്നത്. യാപ്റ്റ് വിപുലമാക്കുക, പുഷ്ടിപ്പെടുത്തുക, വർദ്ധമാനമാക്കുക, വിസ്തരിക്കുക, വിസ്താരമാക്കുക. വിസ്തരിക്കൽ ചോദ്യം ചെയ്യുന്ന അർത്ഥത്തിലല്ല, വിസ്താരമാക്കുക അല്ലെങ്കിൽ വിപുലമാക്കുക എന്നൊക്കെ ആ വാക്കിനർത്ഥം. അപ്പോൾ ഇങ്ങനെ വിശാലമായി പോകട്ടെ എന്നാണ് യാഫത്ത്. അവൻ ഷേമിന്റെ കൂടാരത്തിൽ പാർക്കും. യാഫത്തും ഷേമും തമ്മിൽ നിലനിൽക്കാനിരിക്കുന്ന നിത്യമായ സൗഹൃദമാണ് ഷേമിന്റെ കൂടാരം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഷേമിന്റെ ദൈവത്തിലൂടെ യാഫത്തിന്റെ ജനത്തിനും അനുഗ്രഹം ലഭിക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഈ മൂന്ന് സന്തതികളിലൂടെയാണ് ലോകത്തെ സകല ജനതകൾ ഉണ്ടായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതായത് ഷേമിലൂടെ സെമിറ്റിക്, ഈ ഷേം എന്ന വാക്കിൽ നിന്ന് സെമിറ്റിക് വംശജരുണ്ടാകണേ, ഏഷ്യയിലെ ആളുകൾ, യാഫത്ത് യൂറോപ്പിലെ ആളുകൾ, പിന്നെ ഹാം ആഫ്രിക്കയിലെ ആളുകൾ. ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ അമേരിക്കാസ് പറഞ്ഞിട്ടില്ല, ബൈബിളിലില്ല. അത് പിന്നീടാണ് അവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ടെന്ന കാര്യം പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ബൈബിളിലെ ഭൂമി എന്ന് പറഞ്ഞാൽ ഈ 3 ഭൂഖണ്ഡങ്ങളാണ്: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ഏഷ്യയിലെ സെമിറ്റിക് വംശജര് ഷേമിൽ നിന്നും, യാഫത്ത് എന്ന് പറഞ്ഞ യൂറോപ്യൻ, ഇൻഡോ യൂറോപ്യൻ ആളുകൾ യാഫത്തിൽ നിന്നും, പിന്നെ ഹാം എന്ന് പറഞ്ഞ ആഫ്രിക്കക്കാര് ഹാമിൽ നിന്നുണ്ടായെന്നൊക്കെയാണ് ബൈബിളിന്റെ സങ്കല്പം. ഈ 3 ഭൂഖണ്ഡങ്ങൾ നിറഞ്ഞുവെന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, ഈ അടിമകളാക്കപ്പെടുന്നവരും അടിമകളാക്കുന്നവരും അടിമകളാക്കപ്പെടുന്നവരുമുണ്ട്. ഇരു കൂട്ടർക്കും തുല്യമായ കുറ്റമുണ്ട്. ചൂഷണം ചെയ്യുന്നവരും ചൂഷണം അനുവദിക്കുന്നവരുമുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിപ്ലവം തുടങ്ങാനുള്ള സമയമാണ്. ആ വിപ്ലവം നമ്മിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മൾ ഈ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഇങ്ങനെ പുരട്ടി വെളുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് സിനിമാ നടന്മാരൊക്കെ ഏകദേശം എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ കറുത്തവർ പോലും മേക്കപ്പ് ഒക്കെ ഇട്ട് വെളുത്തവരായിട്ട് വരികയാണ്. വെളുത്തതിനോട് വല്ലാത്തൊരു ഒരു ആക്രാന്തം. ഈ വെള്ളക്കാർക്കോ അവർക്ക് വൈറ്റമിൻ ഡിയുടെ അഭാവം. അപ്പോൾ എങ്ങനെയെങ്കിലും സൂര്യപ്രകാശം നേടി കുറച്ചുകൂടി കറുത്തു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ കറുത്ത മെഡോണ എന്ന് പറഞ്ഞിട്ട് പോളണ്ടില് ബ്ലാക്ക് മെഡോണ, വെളുത്തവരാണ് പക്ഷേ ചെന്ന് നിൽക്കുന്നത് കറുത്ത മെഡോണയുടെ മുമ്പിലാണ്, ചെസ്റ്റകോവ് എന്ന സ്ഥലത്ത്. അപ്പൊ നമുക്ക് ഇല്ലാത്തതിനോടുള്ള ഒരു ആക്രാന്തം, അത് പാടില്ല. കറുത്തവൻ രണ്ടാം തരം പൗരന്മാരാണ് എന്ന ചിന്ത നമ്മിൽ തന്നെയുണ്ട്. അത് മറ്റുള്ളവർ നമ്മളെ അടിമകളാക്കാൻ അത് കാരണമാക്കും. മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഇടയിൽ ഈ മാനഭംഗം പെടുത്താൻ നമ്മുടെ ഇടയിൽ എന്തുമാത്രം സംസ്കാര ശൂന്യമായ പ്രവൃത്തികളാണ്. ഇതൊക്കെ മറ്റുള്ളവർക്ക് നമ്മുടെ മേൽ അടിമത്തം സ്ഥാപിക്കാനുള്ള വഴികളായിട്ട് മാറും. ഈ ഹാമിന്റെ കഥയിലൂടെ സംഭവത്തിലൂടെ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സംസ്കൃതിയുടെ പോരായ്മകൾ നികത്താൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെയും അടിമകളായി ആയിക്കൊണ്ടിരിക്കും. ഷേമിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, എന്റെ ദൈവം, ആ ദൈവമാണ് സത്യദൈവം. ഇത്രയും നമുക്കുണ്ടായിട്ടും ഇത് മനസ്സിലാക്കാതെ ഈ സത്യദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ പോകുന്നു. സത്യദൈവം ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ നമ്മൾ ജീവിക്കുന്നു. അവനായിരിക്കും നമുക്ക് വേണ്ടിയാണെന്ന് അവൻ വെളിപ്പെടുത്തിയിട്ടും നമുക്കവനിൽ വിശ്വാസമില്ല. നമ്മുടെ രീതി അനുസരിച്ചും സങ്കല്പമനുസരിച്ചും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഉടനെ തന്നെ വിശ്വാസത്തിൽ നമുക്ക് ചഞ്ചലിപ്പാണ്. പിന്നെ ബൈബിൾ പറഞ്ഞ വിപ്ലവങ്ങളൊന്നും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പൊ നമ്മൾ എന്തുണ്ടാകും? പിന്നെയും അടിമകളായിക്കൊണ്ടിരിക്കും. നമ്മൾ അടിമകളാകുന്നതിന് നമ്മൾ കൂടി കാരണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന് നമ്മുടെ സംസ്കൃതിയിലെ പുഴുക്കുത്തുകൾ മാറ്റണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. എല്ലാം ഗംഭീരമാണെന്ന് പറഞ്ഞിരിക്കാം നമുക്ക്, പക്ഷെ എല്ലാം ഗംഭീരമല്ല. എന്തുമാത്രം കൊലപാതകമാണ് എല്ലാ ദിവസവും കേരളത്തിൽ കേൾക്കണേ. എന്തുമാത്രം മാനഭംഗ കഥകളാണ് എല്ലാ ദിവസവും കേൾക്കുന്നത്.
ഇത്രയും കൊലപാതകങ്ങളും ഇത്രയും മാനഭംഗങ്ങളും ബലാത്സംഗങ്ങളും ഉള്ള ഒരു നാട് ലോകത്തുണ്ടോ? എന്നിട്ട് ഹോർമോൺ വ്യതിയാനമാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് ചില ഡോക്ടർമാര്. അങ്ങനെയാണെങ്കിൽ യൂറോപ്പിലൊന്നും ഹോർമോൺ വ്യതിയാനം ഇല്ലേ? എന്നിട്ട് എന്തേ അവിടെ ബലാത്സംഗമൊന്നും ഇല്ലാത്ത? രാത്രി ആരും കയറി പിടിക്കാത്ത എന്തുകൊണ്ട് അവിടെയൊക്കെ? ഹോർമോൺ ചേഞ്ച് ഒന്നും അവിടെ ഇല്ലേ? ഇവിടെ മാത്രം ഹോർമോൺ ചേഞ്ച് ഉള്ളൂ. എന്തുമാത്രം ഇങ്ങനെ വികൃതമായ പ്രബോധനങ്ങളും വിഡ്ഢിത്തങ്ങളും. അത് ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇരുന്ന് പറയാണ്. ISRO ചെയർമാൻ എന്ന് പറയാണ് ദൈവം ഇല്ല, അയാളല്ലേ തീരുമാനിക്കുന്ന ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ചില നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴേക്കും ദൈവം ഇല്ല എന്നൊക്കെ പറയാനായിട്ട് എന്തൊരു മണ്ടന്മാരാണത്. മുകളിൽ ദൈവമില്ല എന്ന് വിഡ്ഢി ഉള്ളിൽ പറഞ്ഞു. ഒരു ഉപഗ്രഹത്തെ കണ്ട് വിട്ടാൽ ദൈവമായിട്ട് മാറുമോ? ദൈവത്തെ നിഷേധിക്കുന്ന ദൈവമായിട്ട് മാറുമോ? എന്നിട്ട് അത് സംപ്രേഷണം ചെയ്യാം, കാരണം അതൊക്കെ വിറ്റ് പോകുന്ന പ്രോഡക്റ്റുകളാണ്. പക്ഷെ മണ്ടത്തരമാണ്. ഒരു റോക്കറ്റ് ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ റോക്കറ്റ് വിട്ടാൽ ദൈവത്തെ നിഷേധിക്കാമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാർ എത്രയോ വലിയ മണ്ടന്മാരാണ് അവര്. അങ്ങനെ ഒരുപാട് പേര്. ഞാൻ ചില സംഗതികൾ പറഞ്ഞതേ ഉള്ളൂ. ചുരുക്കത്തില് നമ്മൾ ഈ ബൈബിൾ പറയുന്ന വിപ്ലവം നമ്മിൽ നിന്ന് തുടങ്ങാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് വചനം ആഴത്തിൽ പഠിക്കുക, പിന്നെ അത് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ആ വചനം നമ്മെ കുത്തിത്തുളയ്ക്കട്ടെ. നമ്മിൽ നിന്നായിരിക്കട്ടെ ഈ വിമോചനത്തിന്റെ വിപ്ലവങ്ങൾ ആരംഭിക്കുന്നത്. അതൊരു പോരാട്ടമാണ്. പോരാടാൻ തയ്യാറല്ലെങ്കിൽ അടിമകളായിരിക്കാനാണ് നമ്മുടെ വിധി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.